ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസർ വഴി നിങ്ങളുടെ യൂട്യൂബിലെ എല്ലാ സെറ്റിംഗ്സും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സെറ്റിംഗ്സും ഓക്കെ. ഞാൻ ഇതിനു മുന്നേ യൂട്യൂബിൽ എങ്ങനെ ഒരു ജിമെയിൽ ID തുടങ്ങി നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഇവിടെ ചെയ്യുന്നു പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡ് എന്നതുപോലെ ഞാൻ ഇവിടെ ഇത് പറയുന്നത്. അതായത് നിങ്ങളുടെ മൊബൈലിൽ ഒരിക്കലും ലാപ്ടോപ്പിലല്ല, മൊബൈലിൽ ക്രോം ബ്രൗസർ വഴി യൂട്യൂബ് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു എല്ലാ സെറ്റിംഗ്സും എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. വലിയൊരു വീഡിയോസ് ആയിരിക്കും ഈ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പലർക്കും എസ്പെഷ്യലി നിങ്ങളുടെ യൂട്യൂബിന്റെ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ശരി തന്നെയാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. അത് അറിയാത്തവർ നിങ്ങളുടെ ചാനൽ തുടക്കത്തിൽ തന്നെ വീഡിയോസ് ഇടുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഈ സെറ്റിംഗ്സുകളെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും. മോണിറ്റൈസേഷൻ ആയവർ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇൻകം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലരും നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ സെറ്റിംഗ്സുകളെല്ലാം ഓപ്പൺ ചെയ്യാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉദ്ദേശിച്ച വ്യൂസ് വരാതെ പോകും എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും യൂട്യൂബിൽ അത് നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കയറി പോകും. പക്ഷെ നമ്മൾ നടന്നു പോകുന്ന പാതകളിൽ കുറെ കല്ലും മുള്ളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കാലം അങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് നടന്നു പോകാൻ കഴിയും. പക്ഷെ അതൊക്കെ നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാലോ വളരെ സ്പീഡായിട്ട് നമുക്ക് അങ്ങനെ അതിലൂടെ നടന്നു പോകാൻ കഴിയും, ഓടാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് യൂട്യൂബ്. പലപ്പോഴും നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പലരും കമന്റ് ആയിട്ട് കളിയാക്കിക്കൊണ്ടൊക്കെ പറയാറുണ്ട്, എന്താണ് മാഷേ 2025 ആയില്ലേ, ഇനി ഓപ്ഷനുകളൊക്കെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, നല്ല വീഡിയോസ് ഇടൂ എന്നുള്ളതാണ് സത്യം. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നല്ല വീഡിയോസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പ്രധാനപ്പെട്ടത്. യൂട്യൂബിൽ 70% നിങ്ങൾക്ക് നല്ല വീഡിയോസ് മതി. പക്ഷെ ഈ ഓപ്ഷനുകളെല്ലാം ഒരിക്കലും യൂട്യൂബ് വെറുതെ തന്നതല്ല. നിങ്ങൾ ഈ യൂട്യൂബിന്റെ അൽഗോരിതത്തെ സഹായിക്കുന്ന ഓപ്ഷനുകളാണ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം ഓൺ ചെയ്ത് വെക്കണം. ഇത് എന്ത് വീഡിയോസ് ആണ്, ഇത് ആർക്കുള്ള വീഡിയോസ് ആണ്, ഇത് എത്രക്കാർക്കുള്ള വീഡിയോസ് ആണ്, ഇത് ആരിലേക്ക് പോകണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് യൂട്യൂബിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് AI കാലമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിയാം. നിങ്ങൾ എന്ത് ലാംഗ്വേജിൽ വീഡിയോസ് ഇട്ടാൽ പോലും അത് യൂട്യൂബിന് ഇത് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയാൽ പോലും, പക്ഷെ ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ള ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ കറക്റ്റ് പക്കയായി കഴിഞ്ഞു ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് കൂടെ ആണ് എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരെ ഓപ്ഷനുകളെല്ലാം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് YT സ്റ്റുഡിയോ മൊബൈൽ വഴി ഓപ്പൺ ചെയ്ത് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പക്ക ആക്കുക എന്നുള്ളതാണ്. ഇത് ക്രോം ബ്രൗസറിൽ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് ഓപ്പൺ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത്? www.youtube.studio.com എന്ന് മാത്രം നിങ്ങൾ അടിച്ചു കൊടുത്ത് അവിടെ ഇതേപോലെ ക്രോമിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ, ഒരുപാട് ഓപ്ഷനുകൾ വരും. അവിടെ ലോഗിൻ എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണുക? ഈ കാണുന്ന പോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ മുതൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള സെറ്റിംഗ്സുകൾ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ഇത് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോ ഇങ്ങനെ കിട്ടും. നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, പുതിയ ചാനലാണ് നമ്മളുടേത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെറ്റിങ്സ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. അതിനായി നമ്മൾ ഈ കാണുന്ന, ഞാനതൊന്ന് വലുതാക്കാം. ഇത് മൊബൈലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ മൊബൈലിൽ തന്നെയുള്ള ആ ഒരു ഇത് പിക്ചർ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതിൽ ഇത് ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കുകയാണ്. കസ്റ്റമൈസേഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇവിടെ കുറച്ച് സെറ്റിങ്സുകളുണ്ട്. ഈ സെറ്റിങ്സുകളെല്ലാം നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എബൌട്ട് ഉള്ള സ്ഥലത്തേക്കുള്ളതാണ് ഈ കാണുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതിയിട്ടുള്ളത് ഇത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഹാൻഡിൽ നെയിമൊക്കെ ഇത് നമുക്ക് 1000 വേർഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം
നമ്മുടെ ചാനലിനെ പറ്റി എന്ത് വീഡിയോസാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വ്യക്തമായി കൊടുക്കണം. അത് ഞാൻ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഇടക്ക് വന്ന് ഒന്നുകൂടെ കയറി പറഞ്ഞതിൽ ഒന്നും വിചാരിക്കരുത്. നിങ്ങളിൽ പലരും ഈ എബൌട്ട് സെക്ഷൻ എന്നുള്ളത് വെറുതെ ഒഴിവാക്കിയിടുകയാണ്. യൂട്യൂബിന്റെ 5 സെറ്റിംഗ്സുകൾ, പ്രധാനപ്പെട്ട 5 സെറ്റിംഗ്സുകൾ നമുക്ക് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും 5ാമത്തെ ഓപ്ഷൻ വരുന്നത്, അല്ലെങ്കിൽ 5ാമത്തെ ഈ ഒരു അവർ പറയുന്നത്, നിങ്ങൾ എബൌട്ട് സെക്ഷൻ ചേർക്കൂ എന്നുള്ളതാണ്. പലരും എബൌട്ട് സെക്ഷൻ എന്ന് വിചാരിച്ചിട്ടുള്ളത് ഇത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് യൂട്യൂബിന്റെ അൽഗോരിതത്തെയും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കീവേഡ്സുകൾ നിങ്ങൾ എബൌട്ട് സെക്ഷനിൽ കൊടുക്കൂ എന്നുള്ളത്. എബൌട്ട് സെക്ഷനിൽ കീവേഡ്സുകൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹൗ ടു മേക്ക് ബിരിയാണി, ഹൗ ടു മേക്ക്, അങ്ങനെയല്ല. ഓക്കെ, എബൌട്ട് സെക്ഷനിൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ കീവേഡ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഷറഫ് AVS, ഞാനൊരു യൂട്യൂബ് ടെക് പരമായിട്ടുള്ള യൂട്യൂബ് ടിപ്സ് മലയാളത്തിൽ പറയുന്ന ഒരു വ്യക്തിയാണ്. നോക്കൂ, യൂട്യൂബ് ടിപ്സ് മലയാളത്തിൽ പറയുന്ന ഒരു വ്യക്തിയാണ്. അവിടെ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന വാക്ക് വന്നു. ഓക്കെ, എൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനൽ നോക്കൂ, അവിടെ എൻ്റെ ചാനലിന്റെ പേര് വന്നു, യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ യൂട്യൂബ് ഗ്രോ ചെയ്യാൻ, നോക്കൂ, അവിടെ യൂട്യൂബ് ഗ്രോ എന്നൊരു വാക്ക് വന്നു. ഇത്തരത്തിൽ വാക്കുകൾ നിങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായാൽ മതി. പിന്നെ അവിടെ വേണമെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. നമുക്ക് ചാനൽ ചെക്കിങ്ങിന് വരുന്ന പല ആളുകളുടെയും ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വെറുതെ എബൌട്ട് സെക്ഷൻ വെറുതെ ഒഴിവാക്കിയിട്ടുണ്ടാവും, ഒന്നും എഴുതില്ല അവിടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എഴുതണം. നിങ്ങൾ ആരാണെന്ന് എഴുതണം, നിങ്ങളുടെ ചാനൽ എന്താണെന്ന് അറിയണം, നിങ്ങളുടെ കണ്ടന്റ് പ്രത്യേകത എന്താണെന്ന് അറിയണം, നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ എന്ന് വരെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ കഴിയും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനാണ് എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ എബൌട്ട് സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോരിതത്തെ സഹായിക്കുന്ന ഘടകത്തിലും. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഓടി വന്ന് ഈ എബൌട്ട് സെക്ഷനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഈ എബൌട്ട് സെക്ഷനിൽ കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് വളരെ വ്യക്തമായി എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പിന്നെ അടുത്ത സെറ്റിംഗ്സിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു യൂട്യൂബിൽ നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു വ്യക്തി, യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി, അവർ എബൌട്ട് സെക്ഷനാണ്. നിങ്ങളെ കുറിച്ച് അറിയാൻ അവർ നേരെ ഓടുന്നത് എബൌട്ട് സെക്ഷനിലേക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വ്യക്തികൾക്കും ഈ എബൌട്ട് സെക്ഷൻ നിങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങളുടെ ചാനലിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാനും വളരെ പ്രധാനപ്പെട്ടതാണ് എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് ഫില്ല് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. ഈ യൂട്യൂബ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. ഞാനൊക്കെ യൂട്യൂബിൽ ഒരുപാട് ഇവിടെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്റെ നമ്പർ 9966291287 എന്നൊരു നമ്പർ എഴുതി കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ യൂട്യൂബ് പെയ്ഡ് സർവീസുകളെല്ലാം നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. യൂട്യൂബ് നമ്മുടെ ചാനൽ ചെക്കിംഗ് എന്നാണ് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചാനൽ ചെക്കിങ്ങിന് ഞാൻ വാങ്ങുന്നത് 1000 രൂപയാണ്. സ്വാഭാവികമായിട്ടും ചാനൽ ചെക്കിങ്ങിന് പൈസ പറയുമ്പോൾ നമ്മൾ 1000 രൂപയിൽ നിന്ന് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ യൂട്യൂബർമാരും ഈ ചാനൽ ചെക്കിംഗ് ഒക്കെ 1000 രൂപയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ മുകളിലേക്കും വാങ്ങുന്നവരുണ്ട്. പക്ഷെ അത്യാവശ്യം പണിയുള്ള ഒരു വർക്ക് തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് എല്ലാവരും ഇത്ര ക്യാഷുകൾ വാങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ 1000 മുതൽച്ച് നിങ്ങൾക്ക് സേവ് ആകും എന്നുള്ളതും, നിങ്ങളുടെ ചാനലിൽ നിങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങളെ കൂടുതൽ ചേർക്കാൻ കഴിയുന്നത് നിങ്ങളാണ്. ഓക്കെ പ്രിയപ്പെട്ടവർ, അപ്പൊ നിങ്ങൾ ഈ ഒരു ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഒരു പുതിയൊരു ഐഡിയ എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇനി പഴയ ഐഡിയയിൽ നിന്ന് എടുത്തവർ സങ്കടപ്പെടേണ്ട. നിങ്ങൾ ഇനിയെങ്കിലും ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ പുതിയൊരു ഐഡിയ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മുടെ പുതിയ ആ ഒരു ചാനൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പുതിയ ചാനലിന്റെ സെറ്റിംഗ്സ് ആണ്. ഒരു വീഡിയോസ് പോലും ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. ഈ ഒരു ചാനലിന്റെ സെറ്റിംഗ്സുകളിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിവിടെ ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളത് കൊടുക്കുക എന്നുള്ളതാണ്. എബൌട്ട് സെക്ഷൻ നമ്മുടെ ഒരു വീഡിയോയുടെ അൽഗോരിതം പ്രവർത്തിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എബൌട്ട് സെക്ഷനും വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അൽഗോരിതം പ്രവർത്തിക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ കീവേഡ്സ് പോലെ തന്നെ നമ്മുടെ ടാഗ് ലൈൻസ് പോലെ തന്നെ എബൌട്ട് സെക്ഷനും വളരെ പ്രധാനപ്പെട്ടത്. പലരും അത് ഒഴിവാക്കിയിടുന്നത് കാണാം. എന്തിനാണെന്ന് എനിക്കറിയില്ല. അവിടെ കറക്റ്റായിട്ടുള്ള എന്ത് വീഡിയോസ് ആണെന്നുള്ളത് എബൌട്ട് സെക്ഷൻ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ പ്രിയപ്പെട്ടവരെ, തികച്ചും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ചാനലാണിത്. ഈ ചാനലിൽ ഇടുന്ന വീഡിയോസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടോ, ഞാനിവിടെ എഴുതുന്നത് ഇങ്ങനെ കാണിച്ചു തന്നല്ലോ കേട്ടോ. എല്ലാവരുടെയും
സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ ഞാൻ എഴുതി ഹായ് ഹലോ എൻ്റെ പേര് എഴുതട്ടാ. ഇറ്റ്സ് മീ, എൻ്റെ ഇറ്റ്സ് മീ ഷറഫ് AVS. ഓക്കെ എന്നൊക്കെ എഴുതി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയെടുക്കുക. 1000 വേർഡ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ആഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. എന്ത് തരം വീഡിയോസ് ആണോ നിങ്ങൾ ഇടുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ URL കൊടുക്കാൻ പറയുന്നുണ്ട്. അതിവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ലാംഗ്വേജ് ആണ് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് നിങ്ങൾ എന്ത് ലാംഗ്വേജിലുള്ള ഇതാണ് ഇടുന്നത് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ ഇവിടെ കണ്ടില്ല മലയാളം എന്ന് പറഞ്ഞ് നമ്മൾ ലാംഗ്വേജ് കണ്ടു. ഇനി ചാനൽ നെയിം ഷോക്കിംഗ് വീഡിയോസ്. ഇനി ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് UK ഇംഗ്ലീഷ് ഉണ്ട്, യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയുടെ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഇംഗ്ലീഷാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റർ ചാനൽ നെയിം എന്നുള്ളത് ഷോക്കിംഗ് വീഡിയോ എന്ന് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ പറയുന്നത് നമ്മളോട് ചാനൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുന്നതാണ്. അപ്പോൾ അപ്പുറത്ത് എഴുതിയ ഇംഗ്ലീഷ് കാര്യങ്ങൾ തന്നെ ഇത് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിവിടെ മലയാളത്തിൽ കൊടുത്തെങ്കിലും ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ ഹായ്. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തുള്ളത് തന്നെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ നമ്മളിവിടെ കൊടുക്കണ്ട. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ഷറഫ് AVS എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ഇതിങ്ങനെ ഐ എം ലുക്കിംഗ് ഫോർവേഡ് യുവർ സപ്പോർട്ട് ആൻഡ് ഇങ്ങനെ പറഞ്ഞു ഞാൻ അതും കൊടുത്തു കേട്ടോ. ഇത് ഈ ഒരു സെറ്റിങ്സ് മനസ്സിലായില്ലേ? ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഡൺ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കാം. ഓക്കെ, ഇപ്പോൾ അത് കൊടുത്തു നമ്മൾ. ഇനി നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ലിങ്കുകളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ആഡ് ലിങ്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ലിങ്ക് നമുക്ക് ഏത് കൊടുക്കാം? ഞാൻ എൻ്റെ ഏത് ലിങ്കാണ് കൊടുക്കേണ്ടത്? ഇൻസ്റ്റാഗ്രാം ലിങ്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് എഴുതി. ഓക്കെ, ഇൻസ്റ്റാഗ്രാം എഴുതി. ഇനി ഞാനിവിടെ ഞെക്കുന്നു. നമ്മുടെ ഷെയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കോപ്പി ലിങ്ക് എന്നടിക്കുന്നു. അത് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇമെയിൽ ID ആണ് അവർ ചോദിക്കുന്നത് നമ്മളെ ബന്ധപ്പെടാനുള്ള. അപ്പോൾ ആ ഒരു ഇമെയിൽ ID നിങ്ങൾ ചാനലിലെ ഇമെയിൽ ID തന്നെ അവിടെയും കൊടുക്കുക. കോൺടാക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ ID ആണ്. എന്തായിരുന്നു നമ്മുടെ ഇമെയിൽ ID? ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഷോക്കിംഗ് 0123@gmail.com എന്ന് പറഞ്ഞ് ഞാൻ എന്ത് കൊടുത്തു, അവിടെ ഒരിത് കൊടുത്തു. ഇനി നമ്മൾ അതും കൊടുത്തു. ഇനി നമ്മളോട് പറയുന്നത് ഇവിടെ നമുക്കൊരു വാട്ടർമാർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. വാട്ടർമാർക്ക് ഉള്ള നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് വേണമെങ്കിൽ നമുക്കത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 150 അതൊരു വേറെ വീഡിയോസ് ഞാൻ പറഞ്ഞു തരാം. അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല എങ്കിൽ പോലും അത് ആ ഒരു ഫോട്ടോസ് എടുക്കുക, ഇവിടെ അത് ഞെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകരമായിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. 150 സൈസിൽ ചെയ്ത എൻ്റെ ഓക്കെ ഞാനത് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു ഫോട്ടോസ് ഞാൻ എടുക്കാം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെറുതെ അവിടെ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ 3 എൻഡ് ഓഫ് ദ വീഡിയോ അവസാനിക്കുമ്പോൾ കാണിക്കാം. അതുപോലെ കസ്റ്റം സ്റ്റാർട്ട് ടൈം, അതായത് വീഡിയോസ് തുടങ്ങുമ്പോൾ. പിന്നെന്താണ് എൻറ്റയർ വീഡിയോയുടെ ഫുൾ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാനത് എൻറ്റയർ വീഡിയോ ഒന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തു. ഇത് ഞാൻ ഈ ഫോട്ടോ അല്ല, എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും സെറ്റിങ്സുകൾ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ കേട്ടോ. പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് പബ്ലിഷ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. കസ്റ്റമൈസേഷൻ എന്ന ചാനൽ യൂട്യൂബ് കസ്റ്റമൈസേഷൻ എന്നത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇവിടെ എല്ലാം ഇൻസ്റ്റാഗ്രാം അതിൻ്റെ ID കൊടുക്കുന്നു, നമ്മൾ എല്ലാം കൊടുത്തു. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഹോം ടാബ് എന്ന പേജാണ്. ഓക്കെ, ഹോം ടാബ് എന്ന് എടുക്കുന്നു. ഹോം ടാബിൽ നമ്മളിത് ഓൺ ചെയ്യുന്നു. സോറി, ഞാനിത് വീഡിയോസ് ഇടാത്തത് കാരണം എനിക്ക് ഇത് ഞാൻ ചെയ്തിട്ടില്ല.
പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതെന്തെന്ന് വെച്ചാൽ ഈ ഹോം ടാബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് ഈ ഒരു ഓഗസ്റ്റ് മാസം എൻഡിങ്ങിലാണ് ഈ 2025 പോലും ഈ ഒരു ഓപ്ഷനെ വളരെയധികം തെറ്റിദ്ധരിച്ച് ഇതൊരു റെക്കമെൻഡേഷൻ സെറ്റിങ്സ് ആണ് എന്നുള്ളതും പണ്ട് ഉള്ളവരും ഒക്കെ കിട്ടി റെക്കമെൻഡേഷൻ സെറ്റിങ്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് സംഭവം രണ്ട് സംഭവങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഒന്ന് ഹോം ടാബിൽ ഷോ യുവർ ചാനൽ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നില്ലേ. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ പുറത്തുള്ളവർ കാണേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു ഷോപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മല്ലിക്കട ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര മുന്നിൽ വെക്കണമെങ്കിൽ മുന്നിൽ പഞ്ചസാര വെക്കുന്നു, അതിൻ്റെ പുറകിൽ ഡ്രിങ്ക്സ് വെക്കുന്നു, അതിൻ്റെ പുറകിൽ മുട്ട വെക്കുന്നു, അതിൻ്റെ പുറകിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റുകൾ വെക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ചാനൽ ഷോപ്പ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സെറ്റ് ചെയ്യുന്നത് ഒരു സംഭവം മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ആദ്യം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഷോർട്സ് കാണിക്കണമോ, മെയിൻ വീഡിയോസ് കാണിക്കണമോ, പ്ലേലിസ്റ്റ് കാണിക്കണമോ, ഇത്തരത്തിൽ കാണിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത് ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഇവിടെ ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് എന്താണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനെ തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പലരും ഇതൊരു റെക്കമെൻഡേഷൻ ഓപ്ഷനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയും യൂട്യൂബ് റെക്കമെൻഡഡ് ഫ്രഷ് കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ യുവർ വ്യൂസ് ഇൻട്രസ്റ്റഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഒരു റെക്കമെൻഡേഷൻ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടോ റെക്കമെൻഡേഷൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ടോ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ടിക്ക് ചെയ്ത് വെച്ചോളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പറയുന്ന ആളുകൾ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ വരികയാണെങ്കിൽ വരട്ടെ, സന്തോഷം. ഓക്കെ, ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ആ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഞാൻ വീഡിയോസ് ഇട്ടതിന് ശേഷം മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഹോം ടാബിലുള്ള ഈ രണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റിങ്സിലേക്കാണ് പോകുന്നത് കേട്ടോ. നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ജനറൽ എന്നെടുക്കുമ്പോൾ ഡോളർ എന്ന് കാണിക്കുന്നില്ല. ഇത് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഇതിലാണ് പിന്നെ നിങ്ങളുടെ ഇൻകം കാണിക്കേണ്ടത്, ഇന്ത്യൻ മണിയിൽ വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ വേണോ, നിങ്ങൾ നിൽക്കുന്ന രാജ്യം വേണോ, അവിടുത്തെ മണിയിൽ വേണോ, രൂപ ഇന്ത്യൻ മണിയിൽ വേണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡോളറായിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. കാരണം $100 ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ $US തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടിയിൽ തന്നെ ചാനൽ എന്ന് പറഞ്ഞ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അവിടെ ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളോട് ഞാൻ കുറച്ച് വലുതാക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വലുതാക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നിങ്ങളെ കൺട്രിയാണ് അവിടെ ചോദിക്കുന്നത്. സെലക്ട് കൺട്രി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ കൺട്രി എടുക്കുക. നിങ്ങൾ ഏത് രാജ്യക്കാരാണോ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ABCDEFG എന്നുള്ളവർ വരും ഇന്ത്യ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിങ്ങളോട് കീവേഡ്സ് ചോദിക്കുകയാണ്. എന്ത് കീവേഡ്സാണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾ എന്ത് വീഡിയോസാണ് ഇടുന്നത്? ഓക്കെ, എന്ത് വീഡിയോസാണ് നിങ്ങൾ ഇടുന്നത്, എത്തരത്തിലുള്ള വീഡിയോസുകളാണ് ഇത്? പലപ്പോഴും ഇവിടെ എൻ്റർ കോമ സെപ്പറേറ്റഡ് വാല്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോന്നായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ പ്രധാനമായും നിങ്ങൾ എഴുതേണ്ട കാര്യം, ചാനലിൻ്റെ ബേസിക് ഇൻഫോയിൽ പ്രധാനമായും എഴുതേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര്. ഞാനിവിടെ ഷറഫ് AVS എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാനവിടെ AVS ഷറഫ് എന്ന് കൊടുത്തു. വീണ്ടും ഞാൻ എന്ത് കൊടുത്തു? വലിയ ലെറ്ററിൽ ഷറഫ് AVS എന്ന് കൊടുത്തു. ഇനി ഞാൻ യൂട്യൂബ് നമ്മുടെ ചാനലിൻ്റെ പേരെന്താണ്? ഷോക്കിംഗ് വീഡിയോ.
ഷോക്കിംഗ് വീഡിയോ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ കൊടുത്തു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ, കോമഡി വീഡിയോ എന്ന് എഴുതി. കോമഡി വീഡിയോ മലയാളം എന്നെഴുതി. ഞാൻ കുറച്ചും കൂടെ കേരള. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ പേര്, നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ നമ്മൾ 2 or 3 വെറൈറ്റി ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യേണ്ടത് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഏതെടുക്കണം? അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതെടുത്തു നമ്മൾ. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് എന്താണ്, ഡു യു വാണ്ട് സെറ്റ് ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ്, കുട്ടികളുടെ ഇതിലേക്ക് വേണോ എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നോ, ദിസ് ചാനൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയും. നോ എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ വേണ്ട. നമ്മളടുത്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഇത് ടിക്ക് ചെയ്യരുത്. ഇഫ് യു സെലക്ട് ദ ഓപ്ഷൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. മോണിറ്റൈസേഷൻ ആയത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ചെയ്യും. ഇതൊക്കെ വളരെ തെറ്റായിട്ട് കുറേ ആളുകൾ വളരെയധികം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഓപ്ഷൻ ടിക്ക് പലരും ചെയ്യിപ്പിച്ചിട്ടുണ്ട്, മോണിറ്റൈസേഷൻ ആയ ചാനലുകളൊക്കെ. അത്തരം ചാനലുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഈ തേർഡ് പാർട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോസ് തേർഡ് പാർട്ടി കമ്പനിയുമായിട്ട് AI ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ തേർഡ് പാർട്ടി, മൂന്നാമതൊരു പാർട്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു സമ്മതം കാര്യങ്ങളൊക്കെയാണ് ഈ ചോദിക്കുന്നത്. വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ്. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സെറ്റിങ്സിലേക്ക് പോകുന്നു. എലിജിബിലിറ്റി 3 ഒന്ന് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒന്ന് വലുതാക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മൾ എലിജിബിൾ എന്നുള്ളത് ഞെക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ ഇനി അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളോട് സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ അടിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് കൺട്രി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇസ്രായേൽ, ജപ്പാൻ, ഇന്ത്യൻ എന്ന് ഇവിടെ തന്നെ കാണും. ഇറാൻ, ഇന്ത്യ, ഇന്ത്യ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇന്ത്യയുടെ ഫോൺ നമ്പർ, ഇനി നമ്മൾ മൊബൈൽ നമ്പറാണ് കൊടുക്കാൻ പറയുന്നത്. ഇന്ത്യ കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നടിക്കുമ്പോൾ ഒരു OTP വരും. ഓക്കെ, ഈ നമ്പറിലേക്ക് ഒരു OTP വരും. 449741. ഓക്കെ, 449741. അത് സബ്മിറ്റ് ചെയ്താൽ എന്തായി? ബാക്ക് ടു യൂട്യൂബ് എന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ച് ബാക്ക് ടു അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ അതും അവിടെ എലിജിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷനും നമ്മൾ പഠിച്ചല്ലോ. സെക്കൻഡ് വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് പഠിച്ചു. വീണ്ടും നമ്മൾ അത് തന്നെ ചാനൽ എന്നുള്ളത് എടുക്കുക. എന്നിട്ട് എലിജിബിലിറ്റി മൂന്നാമത്തെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ഇത് നമ്മളോട് ചോദിക്കുന്നത്, ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് വലുതാക്കുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഓൺ ചെയ്യണം. ആക്സസ് എന്നുള്ളത് ഞാൻ എടുത്തു. എന്നിട്ട് ടേക്ക് എ സെക്കൻഡ് ഓഫ് യുവർ വീഡിയോ സെൽഫ് എന്നുള്ളത്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്ത് നെക്സ്റ്റ് എന്നടിച്ചു. അങ്ങനെ ഒരു ഇമെയിൽ ID വരുന്നു. ഇമെയിൽ IDയിൽ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഇമെയിൽ ID എനിക്ക് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ ഞെക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കൊരു ക്യാമറ അഗ്രി വീഡിയോ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഗ്രി. ഫോട്ടോസ് എടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് എന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ 3 ഇതും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി സെറ്റിങ്സിലേക്ക് പോകുന്നു. സെറ്റിങ്സിൽ പോയാൽ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടല്ലോ, ഇതെല്ലാം കണ്ടു. ജനറൽ എടുത്തു. ഇനി അപ്ലോഡ് ഡീഫാൾട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ.
ഇതിൽ വലിയ ബേസിക് ഇൻഫോയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ടൈറ്റിൽ എഴുതുമ്പോൾ ഇത് നമ്മളൊരു വീഡിയോസ് ഇടുമ്പോൾ സ്ഥിരമായിട്ട് ഒരേ വീഡിയോസ് ഇടുന്നവർക്കുള്ളതാണ്. ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. വിസിബിലിറ്റി മാത്രം നിങ്ങൾ വേണമെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. കാരണം പല പല ടൈറ്റിലുകളും പല പല ക്യാപ്ഷനുകളും നമുക്ക് എഴുതാനുള്ളതാണ്. ഓക്കെ, ഈ ടാഗ് കൊടുക്കേണ്ട സ്ഥലത്ത് ടാഗുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കിയിടുന്നതായിരിക്കും നല്ലത്. ഇനി അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? ഓക്കെ, ഇവിടെ ഇത് ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ. ഇവിടെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ശരിയാണ്. കാറ്റഗറി നിങ്ങൾ എന്ത് കാറ്റഗറിയാണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് വെറുതെ ഇടാം. ഇതാ എൻ്റർടൈൻമെൻറ്റ് എന്ന് എടുത്തു. സെലക്ട് ലാംഗ്വേജ് നമ്മളോട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് ഭാഷയിലാണോ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ആ ഭാഷയിൽ നമുക്ക്. അപ്പം ഞാനിവിടെ മലയാളമാണ് അന്വേഷിക്കുന്നത്. ഇനി ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ, ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും കൊടുക്കാം. ഞാനിവിടെ മലയാളം തന്നെ അതും കൊടുക്കുന്നു കേട്ടോ. കമൻറ്റ് ഓണാണ്, ബേസിക് ആണ്. ഓക്കെ, ഇത്രയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ സേവ് ചെയ്യുക. അപ്പോൾ അതും സേവ്ഡായി. ഇനി ഒന്നും കൂടെ നോക്കാം. നമുക്ക് സെറ്റിങ്ങിൽ പോവുക, അപ്ലോഡ് ഡീഫോൾട്ട് എന്നുള്ളത് നോക്കുക. ബേസിക് ഇൻഫോ നമ്മളെല്ലാം ചെയ്തു. അഡ്വാൻസ്ഡ് സെറ്റിങ്ങും ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇനി ഇവിടെ പെർമിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ടാമതൊരാളെ നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാം. അവരെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് അവർക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ ചാനൽ വീഡിയോസ്. അതെല്ലാം അവരെ കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ നിർത്തണം എന്നുള്ളത്, അതായത് അവരെ മാനേജറായി നിർത്താനോ അല്ലെങ്കിൽ സെക്കൻഡറി ആയി നിർത്താനോ ഇത്തരത്തിലുള്ള ഈ ഓപ്ഷനുകളൊക്കെയാണ് ഈ പെർമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴത്തെ സെറ്റിങ്സ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മുതൽച്ചുള്ള ഒരുവിധം നല്ല എല്ലാ സെറ്റിങ്സുകളും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ID വന്നിട്ടുണ്ട്, ഇനി ട്വിറ്റർ ID, അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ പറ്റിയുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാനിതിവിടെ കാണിച്ചു തന്നത് അവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ പലരുടെയും കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പലരുടെയും കാണുന്നത് വെറും പ്ലെയിനായിട്ട് ഒന്നും എഴുതാതെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു എബൌട്ട് സെക്ഷനെ പറ്റി തന്നെ ഞാൻ ഈ ഒരു സെറ്റിങ്സിൻ്റെ സമയത്ത് ഒരുപാട് നിങ്ങളോട് പറഞ്ഞത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ പിന്നെ സഹായിക്കുന്ന ഒരു സംഭവം കൂടാണ് ഈ എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രിയപ്പെട്ടവരെ, വളരെ വലിയൊരു വീഡിയോസ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇതുവരെയൊക്കെ ഈ വീഡിയോസ് മുഴുവനായി കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് 1, 2, 3 പ്രാവശ്യം ഈ വീഡിയോസ് കാണുകയും ഇതിന്റെ ഓരോരോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓരോരോ സെറ്റിങ്സുകളും കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ കണ്ടന്റ്, ഇപ്പോഴും ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ കണ്ടന്റ് ആണ് രാജാവ് എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കണ്ടന്റും ഈ സെറ്റിങ്സുകളും എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായി വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദിവസവും ഓരോ വീഡിയോസ് ഇടുക എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ മറക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു കണ്ടന്റ് ഇട്ട് അടുത്തൊരു ദിവസം ഒഴിവാക്കി അതിന്റെ അടുത്ത ദിവസം ഒരു കണ്ടന്റ് ഇടുന്നു, ഇതിനെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നു. നിങ്ങൾ വീക്ക്ലി എല്ലാ സൺഡേയും ഓരോരോ വീഡിയോസ് ഇടുന്നു, ഇതിനെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നു. ഈ കൺസിസ്റ്റൻസിയെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദിവസം 2 വീഡിയോസ് ഇടുന്നവരാണോ എങ്കിൽ ദിവസവും 2 വീഡിയോസ് ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം, കറക്റ്റായിട്ട് ക്രോം ബ്രൗസറിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോസിൽ അതായിരിക്കും വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരേ ഒരു കാര്യം കൂടെ പറയുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഇനി നിങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയ മോണിറ്റൈസേഷൻ ആവാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മെയിൻ വീഡിയോസ്, അതായത് വലിയ വീഡിയോസ് ഇടുന്നവർക്ക് 4000 മണിക്കൂർ ആകണം എന്നുള്ളതാണ്.
4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും ആവണം. ഇനി ഷോർട്ട് വീഡിയോസ് ആണോ ഇടുന്നവർ, ഷോർട്ട് വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മില്യൺസും 1000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയയുടെ. ഇനി ഇതിനിടയ്ക്ക് ചെറിയൊരു ആശ്വാസം എന്ന പോലെ 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാഫ് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതാണ്. കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും. ഇതേ ഒരു ഇത് തന്നെ ഷോർട്സിലേക്ക് വരുമ്പോൾ 3 മില്യൺസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും ഇല്ലെങ്കിൽ പോലും കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ സെറ്റിംഗ്സുകളും ക്ലിയർ ചെയ്ത് നിങ്ങൾ വീഡിയോസ് യൂട്യൂബിൽ ചാനൽ ഇട്ടുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോസ് വളരെ വളരെ പ്രധാനപ്പെട്ട വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു കമന്റ് എഴുതുക. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.